ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് കണവത്തോരൻ ട്രിവാൻഡ്രം സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കണം. അതിനായി ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. എന്നിട്ട് കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ട് തീർന്ന ശേഷം അതിലേക്ക് 2 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിക്കുക. നല്ല രീതിയിൽ മൂത്ത ശേഷം അതിലേക്ക് 25 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുകയും വേണം. കണവയ്ക്കായതുകൊണ്ട് ഉള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഉള്ളി ചെറുതായൊന്ന് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. ഇവിടെ 8 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പേസ്റ്റാക്കിയതുമാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ ഉള്ളിയിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 500 ഗ്രാം കണവ വാങ്ങി ക്ലീൻ ചെയ്ത ശേഷം ഏകദേശം 380 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് 5 to 7 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, കണവയ്ക്ക് നമ്മൾ അഡീഷണലായി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കണവയിൽ നിന്ന് തന്നെ അതിന് വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഊറിയിറങ്ങും. ഇനി അടച്ചു വെച്ച ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുകയും ഇളക്കി കൊടുക്കുകയും വേണം. ഈ വെള്ളം വറ്റുന്നവരെ ഈ പ്രോസസ്സ് തുടരാം. അപ്പോൾ ഈ കണവ വേവാനെടുക്കുന്ന സമയത്തിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയത്, 2 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. നല്ല രീതിയിൽ അരഞ്ഞു പോകാൻ പാടില്ല. ഈ പൊടിയെല്ലാം ഒന്ന് തേങ്ങയിൽ മിക്സായി വരണം, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് തുറന്നു നോക്കിയപ്പോൾ കണവയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയതായി കാണാം. അപ്പോൾ നമുക്കത് വെള്ളമെല്ലാം വറ്റി പാകത്തിനാകുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർക്കാം. ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ തന്നെ വെള്ളമെല്ലാം ഏകദേശം വറ്റി ഒരു കുഴമ്പ് പരുവത്തിലായി. ആ സമയം അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കുക. അരപ്പെല്ലാം ഒന്ന് അതിൻ്റെ ആവിയൊക്കെ കയറി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അതിനുശേഷം നമ്മളത് തുറന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് എല്ലാം ബാലൻസ് ആയി കാണും. ഇനി അവസാനമായിട്ട് ഇതിൽ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കണം.